ഹലോ ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടൊക്കെ ഇരിക്കുകയാണല്ലോ അല്ലേ? അപ്പോൾ ഇന്നത്തെ നമ്മുടെ വ്ളോഗ് രാവിലെ മുതൽ ഉച്ച വരയ്ക്കുള്ള ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. നമ്മുടെ വീട്ടിലെ ചെറിയ ചെറിയ വിശേഷങ്ങളൊക്കെയാണല്ലോ നമ്മുടെ വീഡിയോയിൽ കൂടെ കാണിക്കുന്നത്. അപ്പോൾ രാവിലെ എണീറ്റ് വന്നു, അടുക്കളയിൽ വന്ന് അടുക്കളയൊക്കെ ഒന്ന് അടിച്ചു വിട്ടതിന് ശേഷം നമ്മൾ ഇന്നലെ മാവൊക്കെ ആട്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ദോശമാവ്. അതിങ്ങനെ പൊന്തി പൊളിച്ച് ഇങ്ങനെ പൊന്തി നിൽക്കുന്നുണ്ട്. താഴെയൊന്നും എന്തോ ഭാഗ്യത്തിനൊന്നും പോയിട്ടില്ല. ഇപ്പം മഴയൊക്കെ പെയ്യാൻ തുടങ്ങിയില്ലേ, അപ്പോൾ അങ്ങനെ മാവ് പൊളിച്ചങ്ങോട്ട് താഴെ പോകില്ല കേട്ടോ. വേനൽക്കാലത്തും ആകുമ്പോഴാണ്, പുലർച്ചയൊക്കെ ആകുമ്പോഴത്തേക്കും മാവ് മൊത്തത്തിൽ അങ്ങോട്ട് പോണത്. അപ്പോൾ ഇന്ന് നോക്കുമ്പോൾ മൊത്തം ഇങ്ങനെ മേൽഭാഗത്ത് ഇങ്ങനെ പൊന്താറായി നിൽക്കുകയാണ് താഴെ പോകാനായിട്ട്. അപ്പോഴേക്കും ഞാൻ വേഗം തന്നെ എടുത്ത് മാറ്റി ഒന്ന് കരണ്ടി കൊണ്ടൊക്കെ ഇളക്കി വെച്ചിട്ട് പിന്നെ വേറൊരു പാത്രത്തിലാക്കി വയ്ക്കുകയാണ് കേട്ടോ. ഇത് പുളിപ്പിച്ച മാവാണ്. ഇനിയിപ്പോൾ അത് നമ്മൾ ഫ്രിഡ്ജിലെടുത്ത് വയ്ക്കാം. ബാക്കിയുള്ള ഒരു വലിയ പാത്രത്തിൽ കുറച്ച് മാവ് എടുത്തിട്ടുണ്ട് കേട്ടോ, അന്ന് ചുടാനുള്ളത്, ദോശ ഉണ്ടാക്കാനുള്ളത്. അപ്പോൾ അത് ആ പാത്രത്തിൽ തന്നെ അങ്ങനെ വെച്ചു. ബാക്കിയുള്ള മാവ് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെച്ചാൽ ഇനി 1-2 ദിവസത്തേക്ക് നമുക്ക് പലഹാരം ഉണ്ടാക്കാമല്ലോ, ഇഡ്ഡലിയോ ദോശയൊക്കെ ഉണ്ടാക്കാം. അപ്പോൾ അതിനുള്ള മാവാണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും ഈ ഒരു മാവൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ രാവിലെ കഴിക്കാനുള്ളതൊക്കെ ഉണ്ടാക്കണം. അങ്ങനെ മാറ്റി വെച്ച മാവൊക്കെ എടുത്ത് ഫ്രിഡ്ജിനകത്ത് ഭദ്രമായി വെച്ചു. ബാക്കിയുള്ള മാവ് പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അത് അവിടെ ദോശ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ചാരു സ്കൂളിൽ പോകാനായിട്ട് നിൽക്കുകയാണ്. അവളൊക്കെ കുളിയൊക്കെ കഴിഞ്ഞ് റെഡിയായി വന്നു. അപ്പോഴേക്കും ഞാനിതാ വേഗം ദോശയൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ചമ്മന്തി അരച്ചു. ചെറിയുള്ളിയും തക്കാളിയും മുളക് പൊടിയൊക്കെ ചേർത്തിട്ട് ചമ്മന്തി ഇട്ടു കേട്ടോ. ഇന്നിപ്പോൾ വറ്റൽമുളകൊന്നും ഇട്ട് അരയ്ക്കാനായിട്ട് നിന്നില്ല. വേഗം പിള്ളേർക്ക് പോകണമല്ലോ, അപ്പോൾ പിന്നെ വേഗം ഒന്ന് റെഡിയാക്കിയതാണ്. അങ്ങനെ ചമ്മന്തിയൊക്കെ അരച്ച് അതിനൊന്ന് കടുകൊക്കെ പൊട്ടിച്ച് വറ്റൽമുളകും കറിവേപ്പിലയും കടുകൊക്കെ ഇട്ടിട്ട് കടുക് താളിച്ച് അരച്ച് വെച്ച ചമ്മന്തിയും കൂടെ ഒഴിച്ച് അതിൽ മിക്സിൻ്റെ ജാറുണ്ടല്ലോ അത് കഴുകി വെള്ളവും കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്താൽ നമ്മുടെ ഈ ഒരു തക്കാളി ചമ്മന്തി, ഉള്ളിച്ചമ്മന്തി ഉണ്ടല്ലോ അത് റെഡിയാവും. പിന്നെ നമ്മളത് ദോശ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഏട്ടനും കുളിക്കാനായിട്ട് പോയിട്ടുണ്ട്. ഇവർ രണ്ടുപേരും 7:30 ആകുമ്പോഴത്തേക്കും ഇവർ രണ്ടുപേരും പോകും കേട്ടോ. ഏട്ടന് പണിയുണ്ടെങ്കിൽ ഏട്ടനും 7:30 ആകുമ്പോഴേക്കും പോവും. പിന്നെ ചിട്ടിക്കുട്ടി മാത്രമാണ് ഒരു 8:30 ആകുമ്പോഴേ പോണത്. അപ്പോൾ അവർക്കുള്ളതൊക്കെ ഉണ്ടാക്കാനായിട്ട് അടുക്കളയിൽ നിൽക്കുന്നുണ്ട് കേട്ടോ. അവിടെ ചട്നി, അതായത് ചമ്മന്തി താളിച്ച് വെച്ചിട്ടുണ്ടല്ലോ, അതൊന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പച്ചവാസന ഉണ്ടാവും. അപ്പോൾ അത് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനിത് അവിടെ ദോശയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ദോശ ഉണ്ടാക്കി കഴിഞ്ഞ് പിന്നെ ചായ വെക്കണം. ചായ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഏട്ടൻ പാലൊക്കെ വാങ്ങിച്ചിട്ട് ഇപ്പോൾ വന്നേ ഉള്ളൂ. അങ്ങനെ ചായക്കുള്ള വെള്ളവും പാലൊക്കെ കൂട്ടി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ചായ റെഡിയാക്കി എടുത്താൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള പരിപാടിയൊക്കെ കഴിഞ്ഞു കേട്ടോ. പിന്നെ പൊടി ഉണ്ടായിരുന്നു കേട്ടോ, ഇഡ്ഡലി പൊടി, അത് വെച്ചിട്ട് കഴിക്കാം. അപ്പോൾ എന്നും നമ്മൾ സാമ്പാറും ചട്നിയും അങ്ങനെയൊന്നും വേണമെന്നൊന്നുമില്ല, ഒരു 2 ഐറ്റം മതിയല്ലോ. അങ്ങനെ അതൊക്കെ ഉണ്ടാക്കി രാവിലത്തെ പണികൾ അതൊക്കെയായിരുന്നു കേട്ടോ. പിന്നെ അതിനിടയ്ക്ക് പാത്രം കഴുകൽ അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പണികളുണ്ടായിരുന്നു കേട്ടോ. എല്ലാ പണികളൊന്നും വീഡിയോ എടുക്കാനായിട്ടൊന്നും പറ്റില്ലെന്ന് വരില്ല. അപ്പോൾ അങ്ങനെ ഞാൻ അടുക്കളപ്പണിയൊക്കെ ഏകദേശം അങ്ങനെ ഒരുക്കി വെച്ചതിന് ശേഷം ഓടിപ്പോയി തുണിയൊക്കെ അലക്കിയിട്ട. കാരണം ഇന്നലെ ഞാൻ തുണിയൊന്നും കഴുകിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നലത്തെയും ഇന്നത്തെയൊക്കെ കൂടെ ഒരുപാടുണ്ട്. പിന്നെ കുട്ടികളുടെയൊക്കെ അവർ തന്നെ ഇപ്പോൾ കഴുകാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞാനങ്ങനെ ശീലിപ്പിച്ചു. അപ്പോൾ അതുകൊണ്ട് അവരുടെ കഴുകും. എന്നിട്ട് പോലും ഞങ്ങളുടെ രണ്ടുപേരുടെ ആയിട്ട് പോലും 2 ദിവസം ആകുമ്പോഴേക്കും ഒരു ഇഷ്ടംപോലെ തുണികളുണ്ട്. ചില സമയത്ത് ചിട്ടിക്കുട്ടിക്ക് മടിയാകുമ്പോൾ പിന്നെ ഞാൻ അവളുടെ അലക്കി കൊടുക്കും കേട്ടോ. പിന്നെ ചാരുമോൾ പിന്നെ അവളെപ്പോഴും അവളുടെ ഡ്രസ്സുകളൊക്കെ കറക്റ്റായിട്ട്, അവളുടെ പണികളൊക്കെ അവൾ കറക്റ്റായിട്ട് ചെയ്യും, വേറെ ഒന്നും ചെയ്തില്ലെങ്കിൽ പോലും. അപ്പോൾ ഞങ്ങളുടെ രണ്ടുപേരുടെ തുണികളൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് കഴുകി ഉണക്കാനായിട്ട് ഇടുകയാണ്. അപ്പോൾ ഈ വെയിൽ വരുമ്പോഴത്തേക്കും കാരണം ഇപ്പോൾ മഴ 1-2 ദിവസമായിട്ട് ഇവിടെ മഴ നാട്ടിലൊക്കെ തുടങ്ങി, 2ാം മറി. അപ്പോൾ മഴക്കാറ് ഇങ്ങനെ എടുക്കുന്നുണ്ട്. പക്ഷെ എന്നാലും ഒന്ന് വെള്ളം തോർന്ന് കിട്ടിയാൽ അത്ര ആയല്ലോ എന്ന് പറഞ്ഞിട്ട് വേഗം ഒരു 10 മണിയാകുമ്പോഴേക്കും ആ പണിയൊക്കെ ഒരുക്കിയിട്ടാണ് തുണി അലക്കലും കുളിയൊക്കെ കഴിഞ്ഞു. അതിന് ശേഷം പിന്നെ നമുക്ക് ഉച്ചയ്ക്കുള്ള ചോറുണ്ടാക്കിയാൽ മതിയല്ലോ. ഉച്ചയ്ക്കും വൈകുന്നേരത്തേക്കും കൂടെ ഉണ്ടാക്കുമ്പോൾ ഒരുപാട് നേരത്തെ അങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ വൈകുന്നേരം കഴിക്കാൻ പോണ നേരം ആകുമ്പോഴേക്കും വെള്ളം പൊട്ടുകയാണ് കേട്ടോ. ചോറ് ഞാൻ 2-3 ദിവസം അങ്ങനെ ചോറ് നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നു. സ്കൂൾ തുറന്ന ടൈമിൽ വെള്ളം പൊട്ടുന്നു. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ രാവിലെ പലഹാരം മതിയല്ലോ. ചിട്ടിക്ക് ആണെങ്കിൽ സ്കൂളിൽ കൊണ്ടുപോകാൻ പലഹാരം ഉണ്ടാക്കുന്ന ദിവസം പലഹാരം മതി. അപ്പം പിന്നെ ചോറ് വയ്ക്കാനായിട്ട് നിന്നില്ല കേട്ടോ. ഇനിയിപ്പോൾ ചാരും കൂടെ ചോറ് കൊണ്ടുപോകാൻ തുടങ്ങിയാൽ ചിലപ്പോൾ കുറച്ച് നേരത്തെയൊക്കെ വെക്കേണ്ടി വരും. അപ്പം ഞാൻ എന്തായാലും
എന്താ തുണി കഴുകലൊക്കെ കഴിഞ്ഞതിന് ശേഷം എന്താ അടുക്കളയിൽ വന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ എന്താ രാവിലത്തെ പണികൾ ഓടി ഓടി അങ്ങോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ വേഗം വേഗം നടക്കും. അല്ലെങ്കിൽ ഇത്തിരി മടി പിടിച്ചിട്ടാണ് ഇരിക്കുന്നതെന്ന് വെച്ചാൽ പിന്നെ അങ്ങനെ അന്നത്തെ പണി ഉച്ച വരെ അങ്ങനെ ഉണ്ടാവും കേട്ടോ. പിന്നെ ഇന്നിപ്പോൾ വേഗം പണിയൊക്കെ ചെയ്യാനായിട്ട് നിന്നു. കാരണം നമ്മൾ മടി പിടിച്ച് നിന്നാലും നമുക്ക് പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ എന്തായാലും ഇതാ അടുപ്പും വെള്ളയിൽ വന്ന് അവിടെ കുറച്ച് വിറകും കാര്യങ്ങളൊക്കെ അടുപ്പിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ടായിരുന്നു. എന്താ പറഞ്ഞാൽ അടുക്കളയിൽ ഈ എന്താണ് ചോറും കാര്യങ്ങളൊക്കെ ആയ അതിൻ്റെ മുകളിൽ കുറച്ച് വിറക് വെക്കുന്നുണ്ട്. കാരണം മഴയൊക്കെ അല്ലേ, പിന്നെ പിറ്റേ ദിവസത്തേക്ക് കത്തിക്കാനുള്ള വിറകൊക്കെ ഒന്ന് ചൂടായി കിട്ടിയാൽ നന്നായിട്ട് കത്തുമല്ലോ, അതും പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ എന്തായാലും ആ വിറകൊക്കെ മാറ്റി അടുക്കളയൊക്കെ ഒന്ന് അടിച്ചു വിട്ട് പിന്നെ അതിൻ്റെ അകത്തുള്ള ചാരമൊക്കെ വാരി ഒരു പാത്രത്തിലാക്കി വെക്കും കേട്ടോ. എന്നിട്ട് പിന്നെ ഒരു 3-4 ദിവസമൊക്കെ ആകുമ്പോൾ, 3-4 ദിവസമല്ല ഒരാഴ്ചയൊക്കെ ആകുമ്പോഴാണ് ഒരു പാത്രം എന്ന് പറയുന്നത്. അങ്ങനെ അത് നമ്മൾ തെങ്ങിൻ ചോട്ടിൽ കൊണ്ട് കൊട്ടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു വക്ക് പോയൊരു പാത്രത്തിൽ ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ ഞാൻ എന്താണ് തീ പിടിപ്പിക്കുകയാണ് കേട്ടോ, ചോറിനുള്ള തീ പിടിപ്പിക്കുകയാണ്. അപ്പോൾ ഇതുപോലൊരു വിളക്കാണ് കേട്ടോ കത്തിക്കുന്നത്. സാധാരണ നമ്മൾ മറ്റേ വിളക്കല്ലേ കാണാറുള്ളത്, അടുപ്പും വെള്ളയിൽ വെക്കുന്ന വിളക്ക് വേറെയാണല്ലോ. അപ്പം ഞാൻ എൻ്റെ കയ്യിലുള്ള വിളക്കൊക്കെ ഇതായിപ്പോയി. അപ്പോൾ പിന്നെ ഞാനിപ്പോൾ തൽക്കാലം ഒരു ചിരാതിൽ എണ്ണ ഒഴിച്ചിട്ട് തിരിയിട്ട് വെച്ചിരിക്കുക കേട്ടോ. നമുക്കിപ്പോൾ അടുപ്പ് കത്തിക്കാൻ മതിയല്ലോ അങ്ങനെ. അപ്പോൾ എന്തായാലും ഞാനിതാ അടുക്കളയിലെ പണികൾ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ അടുക്കള പണികൾ ചെയ്തത്. അല്ലെങ്കിൽ നേരെ മറിച്ച് പണികളൊക്കെ ഒരുങ്ങിയിട്ട് ഒരു 12 മണിക്ക് ശേഷമൊക്കെ ആയിരിക്കും ചിലപ്പോൾ കുളിക്കുന്നത്. ഇന്നിപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞു. കാരണം ഞാൻ പറഞ്ഞില്ല, വെയിൽ വരുമ്പോഴത്തേക്ക് എല്ലാം തുണിയൊക്കെ അലക്കിയിട്ടാൽ വെള്ളം തോർന്ന് കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ ചെയ്തു കേട്ടോ. അപ്പോൾ എന്തായാലും ആ തീയൊക്കെ ഒന്ന് പിടിച്ച് വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇനിയിപ്പോൾ ചോറ് വെക്കണം, കൂട്ടാൻ വെക്കണം, അങ്ങനെ കുറച്ച് അല്ലറ ചില്ലറ പണികളൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ കൂട്ടാൻ വെക്കുന്നത് നമ്മളിത് പീച്ചങ്ങ എന്ന് പറയും കേട്ടോ. നമ്മുടെ അവിടെ പീച്ചങ്ങ എന്ന് പറയും. ഓരോ നാട്ടിലും ഓരോരോ പേരായിരിക്കും തോന്നുന്നു. നമ്മുടെ അവിടെ പീച്ചങ്ങ എന്നാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം പീച്ചങ്ങയും എന്താണ് കൈപ്പയ്ക്കയും ഉണ്ടല്ലോ, അതൊക്കെ കുറേ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഏട്ടൻ. അപ്പോൾ ഇന്നലെ അമ്മയും ആങ്ങളെയും വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അവർ വന്നപ്പോൾ ഞാൻ കുറച്ച് കൈപ്പയ്ക്ക അമ്മയ്ക്ക് കൊടുത്തു വിട്ടു. കാരണം കൈപ്പയ്ക്ക ആയതുകൊണ്ട് ഒരുപാടൊന്നും പിള്ളേർ കഴിക്കില്ലല്ലോ. അപ്പോൾ പിന്നെ ഒരു പ്രാവശ്യം കറി വയ്ക്കാനുള്ള കൈപ്പയ്ക്ക അമ്മയ്ക്ക് കൊടുത്തു വിട്ടിട്ടാണ്. പീച്ചിങ്ങ മാത്രം ഞാൻ വെച്ചു. അങ്ങനെ നമ്മളിതാ ഇന്നിപ്പോൾ പീച്ചിങ്ങ പരിപ്പിട്ട് വയ്ക്കണം. ഇത് സാധാരണ ഇവിടെ അങ്ങനെ വാങ്ങിക്കാറില്ല കേട്ടോ, വല്ലപ്പോഴും വാങ്ങിക്കുള്ളൂ. പക്ഷേ പരിപ്പിട്ട് കറി വെച്ചാൽ നല്ല ടേസ്റ്റാണ്. തേങ്ങയൊന്നും ഇടാണ്ട് വെച്ചാലും തേങ്ങ ഇട്ട് വെക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. പിന്നെ ഈ പീച്ചങ്ങൻ്റെ കൂടെ പണ്ടുള്ളവർ പറയും നമ്മൾ നങ്കിമീൻ ഉണ്ടല്ലോ, മാന്തൽ, അതിട്ട് വെക്കുമെന്ന് പറയണത്. അത് നല്ല ടേസ്റ്റാണെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷെ ഞാനങ്ങനെ വെച്ചിട്ടില്ല കേട്ടോ. എനിക്ക് എന്താ പറയുക, അതെങ്ങനെ വെക്കണമെന്ന് കറക്റ്റായിട്ട് അറിയില്ല. അതുകൊണ്ട് ഞാൻ ഒരു പരീക്ഷണത്തിന് നിന്നിട്ടില്ല. ഒന്നില്ലെങ്കിൽ നമുക്ക് മാന്തൽ മീൻ കിട്ടുന്ന സമയത്ത് ഈ പീച്ചങ്ങ കിട്ടാറില്ല, പീച്ചങ്ങ ഉണ്ടാകുന്ന സമയത്ത് മാന്തലും കിട്ടാറില്ല. അപ്പം അതുകൊണ്ട് അങ്ങനെ വെക്കാനുള്ളൊരു സാഹചര്യം നമുക്ക് ഒത്തു വന്നിട്ടുണ്ടായിട്ടില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ ഇതുവരെ വെച്ചിട്ടില്ല. അപ്പം ഞാൻ ഇന്നിപ്പോൾ പരിപ്പിട്ട് വെക്കാമെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ. അതും പിന്നെ ഒരു തക്കാളിയൊക്കെ എടുത്തിട്ടുണ്ട്. അങ്ങനെ അടുപ്പിൻ്റെ ചുവട്ടിലിരുന്നിട്ട് തന്നെ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് മുറിച്ചെടുക്കുകയാണ്. അപ്പോഴത്തേക്കും പിന്നെ 100 മുറി അടുപ്പ് ഇങ്ങനെ കെട്ടുപോകുമല്ലോ. അപ്പോൾ അതൊക്കെ തീയൊക്കെ നേരെ കത്തിച്ച് വിട്ടു, അതൊക്കെ മുറിച്ചെടുത്തു. പിന്നെ ഇത് വന്നിട്ട് കൈപ്പക്കായ വാങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ, അത് പൊടിയായിട്ട് അരിഞ്ഞിട്ട് എന്താണ് ഉപ്പും മഞ്ഞളും ഇട്ടിട്ട് ഒന്ന് വേവിച്ചതാണ് കേട്ടോ. ഇന്നലെ ഇതേപോലെ വറുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല കയ്പ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഏട്ടൻ നല്ല കയ്പ്പുണ്ടെന്ന് പറഞ്ഞപ്പോൾ പിന്നെ എന്നാലും കുട്ടികളൊക്കെ കഴിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. വറുത്താലാണ് ഇവിടെ കയ്പ്പക്കായ കഴിക്കുക. അപ്പോൾ ഇന്ന് വിചാരിച്ച് ഞാൻ അതിൻ്റെ ഒന്ന് വേവിച്ചിട്ട് ആ വെള്ളം കളഞ്ഞിട്ട് ബാക്കി പിന്നെ ഉപ്പും മുളകൊക്കെ തിരുമ്മിയിട്ട് വറുക്കാലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അത് വേവിക്കാനായിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ വേസ്റ്റും കാര്യങ്ങളൊക്കെ കൊണ്ട് കൊട്ടി പിന്നെ കുറച്ച് തുണികൾ തന്നെ വരുന്നുള്ളൂ കേട്ടോ. പാത്രങ്ങളുണ്ടായിരുന്നു, അത് കുറച്ചുണ്ടായിരുന്നു, അതൊക്കെ കഴുകാനായിട്ട് നിന്നു. അങ്ങനെ പാത്രങ്ങളും കഴുകിയെടുത്ത് പിന്നെ അടുക്കളപ്പണി അപ്പോഴത്തേക്ക് ഏട്ടൻ പിന്നെ വീടിനടുത്താണ് പണി ചെയ്യുന്നത്. അപ്പോൾ ഉണ്ണാൻ വരും എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ പിന്നെ എന്തായാലും കഴിക്കാൻ വരുമല്ലോ എന്നും പറഞ്ഞിട്ട് പിന്നെ ഞാൻ എന്തായാലും കറിയൊന്നും ഉണ്ടാക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. മറ്റേതെന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ഞാൻ കയ്പ്പയ്ക്ക് വറുക്കുകയാണെങ്കിൽ പിന്നെ അത് മതി, ഇനിയിപ്പോൾ എന്തെങ്കിലും പുളിഞ്ചാറ് കാച്ചുക അല്ലെങ്കിൽ തൈര് വെച്ച് കഴിക്കുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടിരിക്കും. പിന്നെ ഏട്ടൻ വരുന്നത് കൊണ്ട് പിന്നെ എന്തായാലും ചാറ് കറി ഇല്ലാണ്ടെന്ന് വെച്ചാൽ നമ്മളെ പറയും പിന്നെ നീ ഇവിടെ എന്തെടുക്കുകയായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ. എല്ലാ വീടുകളിലും ഉള്ളത് തന്നെ അല്ലേ.
നമ്മൾ എത്ര പണിയൊക്കെ എടുത്താലും അവരതൊന്നും കാണില്ല. പക്ഷെ നമ്മൾ എന്തെങ്കിലും ഒന്ന് ചെയ്യാതെ വിട്ടിട്ടുണ്ടെങ്കിൽ അത് മാത്രം കണ്ടിട്ട് ഇങ്ങനെ കുത്തി കാണിക്കും. നിങ്ങളുടെ അവിടെ ആരെങ്കിലും അങ്ങനെ പറയാറുണ്ടോ? ഭർത്താക്കന്മാരോ അമ്മമാരോ ആരെങ്കിലും? ഇവിടെ ഭർത്താവിൻ്റെ അമ്മയൊന്നും ഇല്ലെങ്കിൽ എൻ്റെ ഭർത്താവ് പറയാറുണ്ട് കേട്ടോ. ഏട്ടൻ എപ്പോഴും ഇങ്ങനെ പറയും, നീ കറിയൊന്നും വെച്ചില്ലെങ്കിൽ നിനക്കെന്തായിരുന്നു പണി ഇവിടെ, പിന്നെന്താണ് ഇരുന്നിട്ട് വെറുതെ ഇരുന്നിട്ട് സമയം കളഞ്ഞു, ഉറങ്ങി സമയം കളഞ്ഞു എന്ന് പറയും കേട്ടോ. അപ്പോൾ നമ്മൾ എത്ര പണിയെടുത്താലും അവരുടെ കണ്ണിൽ കാണില്ല എന്ന് സാരം. അപ്പോൾ നമ്മൾ എപ്പോഴും ഇങ്ങനെ പണിയെടുത്തുകൊണ്ടേ ഇരിക്കുന്നതാണ് അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടം. അല്ലെങ്കിൽ അവർക്ക് അത് കാണുമ്പോഴാണ് അവൻ്റെ മനസ്സിലൊരു സന്തോഷം ചില സമയങ്ങളിൽ തോന്നാറുണ്ട് കേട്ടോ. പക്ഷേ എല്ലാ വീട്ടമ്മമാരുടെയും അനുഭവം അല്ല കേട്ടോ ഞാൻ പറഞ്ഞത്. നമ്മളെപ്പോലെ ഇതുപോലെ അടുക്കളയിൽ കിടന്ന് എന്താ പറയുക വീട്ടിലെ പണികൾ മാത്രം ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് ഉള്ളൊരു അനുഭവമാണ് അത്. ആ ഒരു സന്ദർഭങ്ങളിൽ എപ്പോഴെങ്കിലും കടന്നു പോയിട്ടുണ്ടാകും അല്ലേ എല്ലാവരും. അപ്പോൾ അവരെ കുറിച്ചാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ നമ്മളെപ്പോലെയുള്ള വീട്ടമ്മമാർ നമ്മുടെ കാര്യം നോക്കാറേ ഇല്ല അല്ലേ. ഭർത്താക്കന്മാരുടെ ഇഷ്ടവും മക്കളുടെ ഇഷ്ടവും ഒക്കെ നോക്കിയിട്ടായിരിക്കും നമ്മളുടെ ജീവിതം. നമുക്ക് വേണ്ടി എപ്പോഴാണ് നമ്മൾ ജീവിക്കുക അല്ലേ. അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാറേ ഇല്ല. അപ്പോൾ ഇതൊക്കെ പറഞ്ഞപ്പോഴാണ് എനിക്കൊരു കാര്യം ഓർത്തത്. നമ്മളിങ്ങനെ പഠിച്ച ഒരു കവിതയിൽ കുറച്ച് വരികളൊക്കെ ഇങ്ങനെ ഓർമ്മ വന്നു കേട്ടോ. നമ്മളെ ONV കുറുപ്പ് എഴുതിയ കവിത. അപ്പോൾ അതിൽ എന്താണ് ആൾ നല്ല അടിപൊളിയായിട്ടാണ് വർണ്ണിക്കുകയല്ല, അതായത് നമ്മളെ പോലെ ഇങ്ങനെ അടുക്കളയിൽ ജീവിച്ചു പോകുന്ന സ്ത്രീകളെക്കുറിച്ച് അവരുടെ അവസ്ഥകളെക്കുറിച്ച് ഇങ്ങനെ ആൾ എഴുതിയ കുറച്ച് വരികളാണ് കേട്ടോ എനിക്കിവിടെ ഓർമ്മ വന്നത്. കാരണം നമ്മളുടെ ആ ഒരു ലൈഫ് അതുമായിട്ട് ചില സമയത്തൊക്കെ എനിക്കിങ്ങനെ കണക്ട് ചെയ്യാറുള്ളത് പോലെ തോന്നിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ ഓർത്തപ്പോൾ ഇങ്ങനെ പറഞ്ഞതാണ്. കഴിഞ്ഞ ക്ലാസ്സിന് പോലും നമ്മൾ പഠിച്ചതാണല്ലോ. അപ്പോൾ അതിങ്ങനെ ഓർമ്മ വന്നപ്പോൾ പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ അതിൽ കുറച്ച് വരികൾ ഭയങ്കരമായിട്ട് നമ്മളെ ടച്ച് ചെയ്തു പോവും. എന്താ പറയുക, മനസ്സിന് വല്ലാത്തൊരു വിഷമം തരുന്നത്. നമ്മളിങ്ങനെ ഒറ്റയ്ക്കിരിക്കുമ്പോൾ ആലോചിക്കുമ്പോൾ ശരിയാണെന്ന് തോന്നിപ്പോവും കേട്ടോ. ഒരു കുറ്റിച്ചൂല്, നാറത്തേപ്പ് പെട്ടി, വക്കുപോയ കഞ്ഞിപ്പാത്രം, അവസാനം എന്താ പറയുക ഒരട്ടി മണ്ണവൾ എന്ന് പറഞ്ഞിട്ട് ഒരു കുറച്ച് ലൈനുണ്ട് ആ ഒരു അർത്ഥം വരുന്നത്. അപ്പോൾ അത് ഭയങ്കര എന്താ പറയുക നമ്മുടെ ആ ഒരു സ്ത്രീകളെക്കുറിച്ച്, അല്ലെങ്കിൽ അടുക്കളയിൽ ഭർത്താവിനെയും മക്കളിനെയും പരിചരിച്ച് അല്ലെങ്കിൽ അവർക്ക് മാത്രം വേണ്ടി ജീവിക്കുന്ന അമ്മമാരുണ്ടാവുമല്ലോ, വീട്ടമ്മമാർ. ഉദാഹരണത്തിന് കുറച്ച് നമ്മുടെ മുമ്പ് ജീവിച്ചു പോയ അമ്മമാർ. അപ്പോൾ ഇപ്പോഴത്തെ അമ്മമാർ അനുഭവിക്കുന്നില്ല എന്നൊന്നുമില്ല, പക്ഷേ എന്നാൽ ഏറെക്കുറെയൊക്കെ മാറിയിട്ടുണ്ട്. പിന്നെ സ്വന്തം നിലപാടൊക്കെ എടുക്കാനുള്ള ഒരു മനസ്സും കാര്യങ്ങളൊക്കെ എല്ലാ സ്ത്രീകൾക്കും ഇന്നത്തെ കാലത്ത് ഉണ്ട് അല്ലേ. അപ്പോൾ ഞാനാണെങ്കിലും അങ്ങനെ ഒരു ഇതിൽ അനുഭവിക്കുന്നതല്ല, പക്ഷെ ചില സമയത്തൊക്കെ എനിക്കത് തോന്നാറുണ്ട് കേട്ടോ. ചിലപ്പോഴൊക്കെ അങ്ങനെ നമ്മുടെ ലൈഫുമായിട്ട് കണക്ട് ചെയ്യാറുള്ളത് പോലെ തോന്നാറുണ്ട്. അപ്പോൾ എന്തായാലും ആ ഒരു വരി കേൾക്കുമ്പോൾ നമ്മുടെ ലൈഫുമായിട്ട് ഒരു ചിന്തിപ്പിക്കുന്ന ഒരു ഇതാണ് തോന്നുന്നത്. അപ്പോൾ എന്തായാലും ഇതിൽ നിന്ന് ക്വസ്റ്റ്യനൊക്കെ വന്നാൽ ഞാൻ തകർത്ത് എഴുതി വിടും കേട്ടോ. കാരണം പണ്ട് കാലത്ത് ആ സ്ത്രീ അനുഭവിച്ചിരുന്ന കുറച്ച് കാര്യങ്ങളും നമ്മുടെ ഇന്നത്തെ സമൂഹവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് എന്തെങ്കിലുമൊക്കെ എഴുതാൻ പറഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് എഴുതാൻ പറ്റും. കാരണം നമ്മളെക്കുറിച്ചല്ലേ നമ്മൾ എഴുതുന്നത്, അപ്പോൾ ധൈര്യമായിട്ട് എഴുതാമല്ലോ അല്ലേ. അപ്പോൾ എന്താണെങ്കിലും നമ്മളുടെ ഈ ഒരു കാര്യം ഇവിടെ വന്ന് പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ എൻ്റെ ഒരു ജീവിതം അല്ലെങ്കിൽ എൻ്റെ ഒരു ഇത് പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. എല്ലാവർക്കും അത് ബാധിക്കണമെന്നൊന്നുമില്ല. നമ്മളിങ്ങനെ പറഞ്ഞു പോയപ്പോൾ ആ വരികളൊക്കെ ഓർമ്മ വന്നപ്പോൾ അങ്ങനെ ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. ജസ്റ്റ് ആർക്കും അതൊന്നും വിഷമമൊന്നും തോന്നണ്ട കേട്ടോ. അപ്പോൾ എന്തായാലും ഈ പറഞ്ഞിരുന്ന നേരം കൊണ്ട് ഞാൻ എന്തൊക്കെയാണ് ചെയ്തതെന്ന് കണ്ടല്ലോ. ഞാൻ എൻ്റെ എന്താ പറയുക പാൽപ്പാടയൊക്കെ എടുത്തെടുത്ത് കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നില്ല. ടിഫിൻ ബോക്സ് നിറഞ്ഞു, ഇനി എടുത്ത് വെക്കാനുള്ള സ്ഥലമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിനെ നെയ്യാക്കാനുള്ള തീരുമാനത്തിൽ നമ്മൾ നല്ല തണുത്ത ഐസ് വെള്ളത്തിൽ നമ്മുടെ ഈ പാൽപ്പാട ഉണ്ടല്ലോ മിക്സിൻ്റെ ജാറിലിട്ട് നല്ല തണുത്ത വെള്ളവും ഐസ് വെള്ളവും ഒഴിച്ചിട്ട് നന്നായിട്ട് അടിച്ച് നല്ല അടിപൊളിയായിട്ട് വെണ്ണ പോലെ എടുത്തു. എന്നിട്ട് അതിന് നന്നായിട്ട് ഇരുമ്പ് ചട്ടിയിലിട്ട് ഉരുക്കി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നെയ്യാണ് അവിടെ കിടന്ന് തിളയ്ക്കുന്നത്. തൊട്ട് ഇപ്പുറത്തെ അടുപ്പിൽ എന്താണ് പാല്, ഇനി നാളത്തേക്ക് പാൽപ്പാട എടുക്കാനുള്ള പാല് ഇന്ന് തന്നെ തിളപ്പിച്ച് തണുപ്പിച്ച് അത് ഫ്രിഡ്ജിലെടുത്ത് വെച്ചാൽ നാളെ രാവിലെ ആകുമ്പോൾ ഈ കനത്തിൽ നമുക്ക് പാൽപ്പാട കിട്ടും. ഈ കനം പറഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല, നല്ല കട്ടിക്ക് പാൽപ്പാട കിട്ടും കേട്ടോ. ഇങ്ങനെയാണ് ഞാൻ പാൽപ്പാട സ്വരൂപിച്ച് വെക്കുന്നത്, അല്ലാതെ വെണ്ണ എടുത്തിട്ടല്ല. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് നെയ്യ് കുറേ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. ഈ ഒരു ടിഫിൻ ബോക്സിൽ പറഞ്ഞാൽ ഒരു 1/2 ലിറ്റർ എന്തായാലും പാൽപ്പാടയുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഏകദേശമൊക്കെ ഒരു 250 മില്ലിയെങ്കിലും കിട്ടും. അതായത് 1/4 ലിറ്റർ നെയ്യ് എന്തായാലും കിട്ടും. നമുക്കത് എടുത്ത് വെക്കാൻ പറ്റിയ അത്രയും നല്ലതല്ലേ. നമുക്കുണ്ട് ആവശ്യത്തിന് നെയ്യൊന്നും വാങ്ങിക്കണ്ടല്ലോ. കഴിഞ്ഞ തവണ ഉണ്ടാക്കിയതിന് കഴിഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ
നെയ്യൊക്കെ എടുത്ത് കഴിയുമ്പോഴത്തേക്കും എൻ്റെ ചോറും ആയി. അത് ചോറും വടിച്ച് വെച്ചു. പിന്നെ പാൽപ്പാടൻ്റെ പണിയൊക്കെ നെയ്യിൻ്റെ പണിയൊക്കെ അവിടെ ഒരുങ്ങി അവിടെയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ കൂട്ടാൻ വെക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ കൂട്ടാൻ വെക്കുന്നത് എന്താണ്, നമ്മൾ ഇന്ന് പീച്ചങ്ങ. അപ്പോൾ അതൊന്ന് എന്താണ് എല്ലാം മുറിച്ച് കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് വേണ്ട ഉള്ളി, തക്കാളി, വെളുത്തുള്ളി എല്ലാം അരിഞ്ഞ് വെച്ചു. പിന്നെ നമ്മൾ മണ്ണിൻ്റെ ചട്ടിയാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. ചട്ടിയിലാണ് ഒന്ന് വെക്കുന്നത്. അപ്പോൾ പരിപ്പും വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ കുക്കറിൽ. അങ്ങനെ ചട്ടി അടുപ്പത്ത് വെച്ചപ്പോഴാണ് ഒരു കാര്യം ഓർമ്മ വന്നു. പപ്പടം ഉണ്ടല്ലോ, അപ്പോൾ ഏട്ടൊന്നും വരുന്നുണ്ടല്ലോ ഉണ്ണാൻ. അപ്പോൾ ഏട്ടൻ വരുമ്പോഴാണ് ഇങ്ങനെ ചെറിയ ചെറിയ സ്പെഷ്യലൊക്കെ ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും പപ്പടവും കൂടെ വറുക്കാമെന്നും പറഞ്ഞ് ആ ചട്ടിയിലിട്ട് എണ്ണയൊക്കെ ഒഴിച്ച് പപ്പടം വറുക്കുകയാണ്. പപ്പടം ആണെങ്കിൽ പൊള്ളുന്നില്ല കേട്ടോ. ഇന്നലെ വറുത്തപ്പോൾ നന്നായിട്ട് പൊള്ളിയിട്ടുണ്ടായിരുന്നു. ഇത് പൊട്ടിക്കാത്ത പാക്കറ്റാണ്, അല്ലെങ്കിൽ പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ കാറ്റ് കയറുമ്പോഴാണ് ഇതുപോലെ പപ്പടം പൊള്ളാത്തത് പറയുക. പക്ഷേ ഇത് പൊട്ടിക്കാത്ത പപ്പടമാണ്. ഇനിയിപ്പോൾ ഈ ചട്ടിൻ്റെ കുഴപ്പമാണോ എന്ന് എനിക്കൊരു ഡൗട്ട്. മൺചട്ടി വറുത്തത് കൊണ്ടാണോ എന്ന് അറിയില്ല. എന്തായാലും പപ്പടം പൊള്ളുന്നില്ല. അങ്ങനെ എന്തായാലും ആവട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാനൊരു 3-4 പപ്പടമൊക്കെ വറുത്ത് വെച്ചു. പിന്നെ അതേ എണ്ണയിൽ തന്നെ കുറച്ച് കടുകും ഇത്തിരി ജീരകവും. ഈ കറിക്ക് ഒരു നുള്ളു ജീരകം ഇടാം കേട്ടോ. കാരണം തേങ്ങയില്ലാണ്ട് നമ്മൾ വെക്കുകയാണ് പരിപ്പും ചേർത്തിട്ട്. ഇതിനൊരു നോർത്ത് ഇന്ത്യൻ കറിയുടെ ഒരു മണവും ഒരു ടേസ്റ്റൊക്കെ നമ്മുടെ ഈ ഒരു ജീരകം തരും കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ജീരകം ഇട്ടത്. അല്ലെങ്കിൽ ഞാൻ ജീരകം ഇടില്ല, കടുക് മാത്രമേ ഇടുള്ളൂ കേട്ടോ. അപ്പോൾ ജീരകം ഇട്ട് പൊട്ടിച്ചതിന് ശേഷം വേഗം തന്നെ നമ്മൾ ചെറിയുള്ളിയാണ് നല്ലത്. ചെറിയുള്ളി ഇവിടെ തൊലി കളയാനുള്ള സമയമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു വലിയ ഉള്ളി എടുത്തിട്ട് കുറുകെ അങ്ങനെ അരിഞ്ഞെടുത്തു കേട്ടോ. എന്നിട്ട് അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില ഇട്ടു, നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തു. പിന്നെ നമ്മൾ തക്കാളി ചേർക്കേണ്ടത്, പിന്നെ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾ പൊടി എന്നിവയെല്ലാം ചേർക്കണം കേട്ടോ. അപ്പോൾ അതാ നന്നായിട്ട് ഇതിപ്പോൾ കാണുമ്പോൾ മീൻ കറി വയ്ക്കുന്ന ആ ഒരു സ്റ്റൈലില്ലേ, പക്ഷേ മീൻ കറിയുടെ മണമൊന്നും ഉണ്ടാവില്ല. പക്ഷെ നന്നായിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഞാനിതാ മല്ലിപ്പൊടി മുളക് പൊടിയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതിട്ട് വഴിക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പം തന്നെ നമ്മൾ ഈ പീച്ചങ്ങ ഞാൻ മുറിച്ചിട്ട് കഴുകി എടുത്ത് വെച്ച പീച്ചങ്ങ കേട്ടോ. അതും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് അടക്കുക. എന്നിട്ട് നമ്മൾ വേവിച്ച് വെച്ച പരിപ്പുണ്ടല്ലോ അതും കൂടെ അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. കാരണം അടുപ്പ് നന്നായിട്ട് കത്തുന്നുണ്ട്, അതുകൊണ്ട് തന്നെ ഭയങ്കര ചൂടാണ്. പൊടികളൊക്കെ ഇട്ടതുകൊണ്ട് ചെറുതായിട്ടിങ്ങനെ എന്താ പറയുക കരിയുന്നൊരു മണം, ഒരു ഫീല് വരാനും തുടങ്ങി. ഞാൻ കൂടുതലിട്ട് വണക്കൊന്നും വേണ്ടല്ലോ. അപ്പോൾ പിന്നെ ഞാൻ വേഗം തന്നെ ആ പരിപ്പും ആ വെള്ളത്തോടെ അങ്ങോട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി കുറച്ച് ഉപ്പ് ചേർക്കുക. ഇനി ഇവിടെ വെള്ളമൊന്നും ചേർക്കില്ല കേട്ടോ. ഞാൻ ആ പരിപ്പ് വെച്ച് വെള്ളത്തിൽ തന്നെയാണ് വെക്കുന്നത്. ഇത്രയും വെള്ളം മതി. അപ്പോൾ ഒരുപാട് അങ്ങനെ വെള്ളം പോലെ വെച്ചാലും അത്ര നന്നായിട്ടുണ്ടാവില്ല. ഏട്ടൻ അങ്ങനെ ഇങ്ങനെ ഒരുപാട് തേങ്ങ ഇല്ലാണ്ട് വെക്കുമ്പോൾ ഒരുപാട് വെള്ളം പോലെ ഇരിക്കുന്നത് ഇഷ്ടമല്ല കേട്ടോ. ഇച്ചിരി കുറുകിയ പോലെയാണ് ഇഷ്ടം. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇത് നമ്മളെപ്പോഴും ചോറും കറിയും എന്തുണ്ടാക്കുമെങ്കിലും ഏട്ടന് ഇഷ്ടമല്ല, മക്കൾക്ക് ഇഷ്ടമല്ല എന്നും പറഞ്ഞിട്ടാണ് നമ്മൾ ചെയ്യണത്. കാരണം നമ്മുടെ ഇഷ്ടമൊന്നും അധികം നോക്കാറില്ല അല്ലേ. നമ്മൾ ഏട്ടൻ്റെയും മക്കളുടെയൊക്കെ ആണ് നോക്കിയിട്ട് ജീവിക്കുന്നത്, അല്ലെങ്കിൽ നോക്കിയിട്ടാണ് നമ്മൾ അടുക്കളയിലെ ഭക്ഷണം ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യം ഞാനിവിടെ പറയാനുള്ള കാര്യം കേട്ടോ. നമ്മളിങ്ങനെ മക്കൾക്ക് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത്, അല്ലെങ്കിൽ ഭർത്താവിന് വേണ്ടിയിട്ട് അവരുടെ ഇഷ്ടം നോക്കിയിട്ടാണ് ജീവിക്കുന്നതെന്നൊക്കെ. അപ്പോൾ അതൊക്കെ ഏറെക്കുറെ ഒരു 80% കേട്ടോ. ബാക്കിയുള്ളതൊന്നും നമ്മൾ അങ്ങോട്ട് വിട്ടു കൊടുക്കൂലേ. പിന്നെ നമുക്കും ഉണ്ടല്ലോ ഒരു ലൈഫ്. പണ്ടത്തെ ആൾക്കാർ അങ്ങനെയൊക്കെ ജീവിച്ചെന്ന് പറഞ്ഞാൽ നമുക്കിഷ്ടപ്പെട്ട രുചികളും ഇതൊക്കെ വിട്ടു കൊടുക്കാനൊന്നും പറ്റില്ല. ഇടയ്ക്കൊക്കെ നമ്മളും പരീക്ഷിക്കണം അല്ലേ. അവരുടെ ഇഷ്ടം മാത്രം നോക്കിയിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഞാൻ ഇടയ്ക്കൊക്കെ എൻ്റെ ഇഷ്ടം നോക്കിയിട്ടാണ് കേട്ടോ ഭക്ഷണം ഉണ്ടാക്കുക. അധികവും ഞാൻ അവരുടെ ഇഷ്ടം തന്നെ നോക്കുക. കാരണം അവരുടെ ഇഷ്ടം തന്നെയാണ് നമുക്ക് ഇഷ്ടം, അത് നമുക്കറിയാമല്ലോ. അങ്ങനെ അപ്പോൾ എന്തായാലും കൂട്ടാൻ അടുപ്പത്ത് വെച്ചിട്ട് ഞാനിതവിടെ ഈ ഒരു എന്താ പറയുക പൊട്ടൻ വെയിൽ കായുന്ന പോലെ നിൽക്കുകയാണ്. കുറച്ച് വെയിലൊക്കെ കണ്ടപ്പോൾ ഇങ്ങനെ വെളിയിൽ ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ എൻ്റെ തുണികളൊക്കെ ഇങ്ങനെ ഉണങ്ങി കിട്ടുന്ന ഒരു സന്തോഷത്തിലാണ് ഞാനിങ്ങനെ പുറത്തിറങ്ങിയപ്പോൾ. നമ്മുടെ ഉമ്മറത്ത് ആ വഴിയുണ്ടല്ലോ മൊത്തത്തിൽ കാട് പിടിച്ചു കേട്ടോ. കാരണം എന്താ പറയുക മഴയൊക്കെ പെയ്തില്ലേ ഇടയിൽ, അങ്ങനെ ചെടിയൊക്കെ പൊന്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു ദിവസം അവിടെ നിന്നിട്ട് വേണം ഒക്കെ പുല്ലൊക്കെ പറിക്കാനായിട്ട്. അതിൻ്റെ വീഡിയോസൊക്കെ ചിലപ്പോൾ ഉടനെ ആയിട്ട് വരുമായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ റോസാ ചെടി എന്തായി എന്നും പറഞ്ഞ് നോക്കിയിട്ട് വരികയാണ്. അതിലാണെങ്കിൽ മൊട്ട് വരുന്നുമില്ല, കുത്തിയിട്ട് അവച്ച് ഒക്കെ വന്നിട്ടുണ്ട്. ആകെ ഒരു പൂ പൂത്തും കൊണ്ട് അങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. പിന്നെ അങ്ങോട്ട് മുളച്ചിട്ടൊന്നുമില്ല. അപ്പോൾ അവയൊക്കെ വരുന്നുണ്ട്, പക്ഷേ മൊട്ടൊന്നും വരില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് പിന്നെ നമ്മളിത് അങ്ങനെ വെയിലൊക്കെ കാഞ്ഞിട്ടിരിക്കുകയാണ്. ഇപ്പോഴാണ് തലയിലെ കെട്ടൊക്കെ ഒന്ന് അഴിച്ചത് കേട്ടോ. കാർക്കൂന്തൽ ഒരുപാടൊന്നും ഇല്ല, പക്ഷേ ഈ വെയിൽ കാണിച്ച് ഉണക്കേണ്ട കാര്യവും ഇല്ല. പക്ഷേ എന്താണ്
നമ്മളവിടെ ഇരുന്ന് ഇങ്ങനെ വെറുതെ ഒന്ന് രസം. നട്ടുച്ചയ്ക്ക് 12:30ക്ക് വെയിൽ കൊള്ളുന്നത് ഒരു രസമൊന്നുമല്ല, പ്രാന്തുള്ളവരാണ് ഇരിക്കുക. പക്ഷെ എന്നാലും അങ്ങനെ. അപ്പോൾ അതാ ഇങ്ങനെ ഞാൻ ഇരുന്നപ്പോഴാണ് നമ്മുടെ അത്തിമരത്തിൽ കണ്ടില്ലേ എത്രയാ അത്തിൻ്റെ ആ ഒരു ഇത് കണ്ട. അത്തി ഇതൊന്നും പഴുക്കൊന്നുമില്ല കേട്ടോ, ഇത് വെറും നഷ്ടമാണ്. നഷ്ടമല്ല, എന്താ പറയുക, ഒരു വേസ്റ്റ് മരമായിട്ടാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. കാരണം ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഇഷ്ടം പോലെ കായുന്നതുകൊണ്ടില്ല, താഴെന്ന് മുതൽ മേലെ വരെ കായുണ്ട്, പക്ഷെ ഒന്നും പഴുക്കൂലെന്ന്. അപ്പോൾ അത് വേറൊരു എന്താ പറയുക, ഈ മരം പിടിപ്പിച്ചതിന് വേറെ എന്തെങ്കിലും വെച്ചതാണെങ്കിൽ ഇഷ്ടം പോലെ നമുക്ക് അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കിട്ടിയിട്ട് തിന്നെ. ഇതിൻ്റെ ഇല മാത്രം കാണാൻ നല്ല ഭംഗിയുണ്ട്. വേനൽക്കാലമായി ഒരു ഇല കാണാനുള്ള കണി കാണാനുള്ള ഒരു ഇതുമില്ല. മഴക്കാലം ആകുമ്പോൾ നല്ല പന്തലിട്ട പോലെ പച്ചപ്പന്തൽ പോലെ ഉണ്ടാവും. വേനൽക്കാലം ആകുമ്പോൾ ഇതിൻ്റെ എന്താ പറയുക ശിഖരങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ, മുടിഞ്ഞ വെയിലായിരിക്കും ഇവിടെ. അപ്പോൾ ഇതാണ് കേട്ടോ ഞങ്ങളുടെ വീട്ടിൻ്റെ ഒരു അവസ്ഥ. മഴക്കാലമായിട്ടുണ്ടെങ്കിൽ ഉമ്മറത്തൊക്കെ ഇങ്ങനെ തുണികളൊക്കെ തൂങ്ങും. അത് നിങ്ങളൊന്നും മൈൻഡ് ചെയ്യണ്ട, കാരണം എല്ലാ വീടുകളിലും ഉണ്ട്. പിന്നെ മഴക്കാലമായി എവിടെ ഇത്തിരി സ്ഥലം കിട്ടുക അവിടെ അഴ കെട്ടിയിട്ട് ഇടുമല്ലേ. അപ്പോൾ അങ്ങനെ നമ്മുടെ വീടിൻ്റെ ഒരു ലൊക്കേഷനൊക്കെ ഇങ്ങനെ കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ അതൊക്കെ എടുക്കുമ്പോഴത്തേക്കും എൻ്റെ എന്താണ് കൂട്ടാൻ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. പീച്ചങ്ങ വെന്ത് വന്നാൽ മതി, അത്രയും സമയം മതി. അങ്ങനെ പീച്ചങ്ങയൊക്കെ വെന്ത് വന്നു. പിന്നെ അവസാനമായിട്ട് ഞാനിതവിടെ കുറച്ച് മല്ലിയില ഉണ്ടല്ലോ അത് അരിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതും കൂടി ഇടുമ്പോൾ ശരിക്കൊരു നോർത്ത് ഇന്ത്യൻ കറി തന്നെ നമ്മുടെ പീച്ചങ്ങയ്ക്ക് വരുന്നത്. നല്ല ടേസ്റ്റാണ് കേട്ടോ, ചോറിൻ്റെ കൂടെ കഴിക്കാൻ സൂപ്പർ ടേസ്റ്റാണ്. ചോറിൻ്റെ കൂടെ മാത്രമേ പറ്റുള്ളൂ കേട്ടോ, വേറെ അതിൻ്റെ കൂടെ ഒന്നും അങ്ങനെ പോവില്ല, പലഹാരത്തിൻ്റെ കൂടെ ഒന്നും കഴിക്കാൻ പറ്റില്ല. അങ്ങനെ ചോറും കറിയൊക്കെ ആയി ഏട്ടൻ ഇങ്ങനെ കാത്തിരുന്നപ്പോഴാണ് ഏട്ടൻ വിളിക്കുന്നത്, ഞാൻ ഇന്ന് വരില്ല ഉണ്ണി, നീ ഭക്ഷണം കഴിച്ചോന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് ദേഷ്യം വരില്ലേ. അങ്ങനെ പിന്നെ ഞാൻ കുറച്ച് ചീത്തയൊക്കെ വിളിച്ചിട്ട് പിന്നെ ഞാൻ ഭക്ഷണം എടുത്ത് കഴിച്ചു വിട്ടാ. പിന്നെ അവരെന്തിനു കാത്തിരിക്കണല്ലേ. അങ്ങനെ ഭക്ഷണം കഴിച്ച് ഒരു 2 മണിയൊക്കെ ആയപ്പോൾ ഗ്യാസ് വണ്ടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഒന്ന് നിറച്ച് വെച്ച് കുറച്ച് നേരം കിടന്നുറങ്ങി. എണീറ്റപ്പോൾ ഭയങ്കരമായിട്ടുള്ള വാർത്തയാണ് കേട്ടത് ന്യൂസിൽ. നമ്മുടെ ഗുജറാത്ത് ഫ്ലൈറ്റ് അപകടത്തിൽ കുറേ പേര് മരിച്ചില്ലേ. അത് കേട്ടപ്പോൾ തന്നെ ആകെ മനസ്സ് വിട്ടിട്ട് പിന്നെ ഒരു 5 മണി വരെ ന്യൂസ് കണ്ടുകൊണ്ടേയിരുന്നു കേട്ടോ. പിന്നെ അങ്ങോട്ട് വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. ആകെപ്പാടെ ഒരു കിളി പോയൊരു അവസ്ഥയായിരുന്നു ന്യൂസ് കേട്ടപ്പോൾ തന്നെ. അപ്പോൾ എന്തായാലും പിന്നെ അങ്ങനെ എന്താ പറയുക, മനസ്സിനാകെ ഒരു വിഷമവും ആകെ അതിനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടേയിരിക്കില്ലേ നമ്മളെന്തെങ്കിലും പറ്റിയ അങ്ങനെ ഒരു അവസ്ഥയായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ഉച്ചയ്ക്ക് നമ്മൾ ഒരുക്കി വെച്ച നെയ്യ് ഉണ്ടല്ലോ, അതിപ്പോൾ പിന്നെ വൈകുന്നേരം ആയപ്പോഴാണ് ഒരു ബോട്ടിൽ കിട്ടി, അതിൽ ആക്കി വെച്ചിട്ട് ഒരു 250 ഗ്രാമോളം നെയ്യ് ഉണ്ടാവും. ഞാൻ പറഞ്ഞില്ലേ 1/4 ലിറ്ററോളം നെയ്യ് കിട്ടിയിട്ടുണ്ട്. ഇത് 1/2 ലിറ്ററിൻ്റെ ബോട്ടിലാണ്, പകുതി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ആ നെയ്യും കൂടെ എടുത്ത് വെച്ചാൽ നമ്മുടെ ഇന്നത്തെ പണികളൊക്കെ ഏകദേശം ഒരുങ്ങി. ഇനിയിപ്പോൾ വേറെ പ്രത്യേകിച്ച് പണികളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. അതായത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെയ്ക്കും എല്ലാവരോടും ടേക്ക് കെയർ, ബൈ ബൈ.